അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. വാഴ 2 കണ്ടതിന് ശേഷം ഇതിൻ്റെ കളക്ഷൻ അറിയാൻ വേണ്ടിയുള്ള താല്പര്യം തന്നെയായിരുന്നു ഞാൻ. അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകരും അത് തന്നെ ആയിരിക്കാം. ആദ്യ ദിവസത്തെ കളക്ഷൻ എത്രയാകും, ആദ്യ ദിവസം 10 കോടി തൂക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള കളക്ഷനാണ്. അതുപോലെ ആട് 2-ന് ശേഷം ഇനിയൊരു 100 കോടി, ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷ. കാരണം എല്ലായിടത്തും പോസിറ്റീവ് അഭിപ്രായം നേടിയ ഒരു ചിത്രമാണ്. നമ്മൾ യൂട്യൂബ് ചാനലുകളൊക്കെ നോക്കുമ്പോൾ, റിവ്യൂ ഒക്കെ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് എല്ലായിടും ഒരേ അഭിപ്രായം തന്നെ. കുടുംബ പ്രേക്ഷകരും യൂത്തന്മാരും ഒക്കെ 2 കൈ നീട്ടി വാങ്ങിയ ചിത്രമായിട്ടാണ് ഈ വാഴ 2 കാണുന്നത്. അത് കാരണമെന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യനെ സംബന്ധിച്ചും വിദ്യാഭ്യാസ കാലഘട്ടം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് സ്കൂൾ കാലഘട്ടമായാലും കോളേജ് കാലഘട്ടമായിട്ടും എവിടൊക്കെയോ നമുക്കൊരു നോവ് അല്ലെങ്കിൽ ഒരു ചെറിയ മധുര നൊമ്പരക്കാറ്റെന്നൊക്കെ പറയത്തില്ലേ, മധുരമായ ചില ഓർമ്മകൾ എപ്പോഴും തരും. ഇങ്ങനെയുള്ള ചിത്രങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. അത് കൃത്യമായിട്ട് ഈ ചിത്രത്തിലും കിട്ടുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു പ്രത്യേക വൈബ് ഫീൽ ചെയ്യും. അതുതന്നെയാണ് ചിത്രത്തിൻ്റെ വിജയത്തിന് കാരണം. നമ്മൾ റിവ്യൂ ചെയ്തപ്പോഴും നമുക്കതാണ് മനസ്സിലായത്. ഏതായാലും പ്രേക്ഷകർ 2 കൈ നീട്ടി ഈ ചിത്രം സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ബുക്ക് മൈ ഷോയിലെ റിപ്പോർട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏകദേശം 17,000 ടിക്കറ്റോളം ഇപ്പോൾ മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. ചില സമയത്ത് 20,000 ഒക്കെ ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറും. ഒരു സൂപ്പർ താരം അല്ലാത്ത ചിത്രം, അതും ന്യൂജൻ പിള്ളേരെല്ലാം കൂടെ വന്ന് ഇങ്ങനെയൊരു കളക്ഷൻ നേടുന്നത് അത്ഭുതകരമാണ്. ഒരുപക്ഷെ അടുത്ത 100 കോടിയിലേക്ക് ചിത്രം കടക്കുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഈ ചിത്രം നമുക്ക് തരുന്നത്. അപ്പോൾ ആദ്യ ദിന കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ട്രാക്കിംഗ് കളക്ഷൻ 2,24,00,000 രൂപയാണ് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് 4 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ തന്നെ കേരളത്തിൽ നിന്ന് ഈ ചിത്രം നേടുമെന്ന് ഏകദേശം ഉറപ്പാക്കി. ഒരുപക്ഷെ 5 കോടിയിലൊക്കെ എത്താൻ സാധ്യതയുണ്ട്. നമ്മൾ തിയേറ്റർ ചാർട്ടൊക്കെ നോക്കുമ്പോൾ ഷോകളൊക്കെ കൃത്യമായിട്ട് മിക്കവാറും തിയേറ്ററുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ആദ്യ ദിവസത്തെ കൃത്യമായിട്ടുള്ള കളക്ഷൻ നമുക്ക് കിട്ടുന്നില്ലെങ്കിലും ഏകദേശം 4 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു 5 കോടി രൂപയ്ക്ക് അടുത്തെങ്കിലും ചിത്രം ആദ്യ ദിനം നേടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ നിന്ന്. അതുപോലെ വിദേശ രാജ്യങ്ങളും മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് കിട്ടുന്നത്. കേരളത്തെ പോലെ തന്നെയുള്ള കളക്ഷനാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡ് ഏകദേശം 8 കോടിക്ക് മുകളിലുള്ള തുക തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ 10 കോടിയെങ്കിലും ആകാം എന്ന് തോന്നുന്നു. അങ്ങനെ മികച്ച രീതിയിലുള്ള പ്രതികരണവുമായിട്ട് മുന്നേറുന്ന ചിത്രം 2 ദിവസം കൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ 10-20 കോടിയെങ്കിലും നേടാൻ സാധ്യതയുണ്ട്. കാരണം ഇനി തുടർച്ചയായിട്ടുള്ള അവധി ദിവസങ്ങളാണ്. പിന്നെ പ്രത്യേകിച്ച് ക്ലാഷ് റിലീഫൊന്നുമില്ല. ഇതിനോടൊപ്പം റിലീഫ് ചെയ്യാനിരുന്ന ദൃശ്യം 2 മാറ്റി വെച്ചതായിട്ട് നമ്മൾ കണ്ടു. അപ്പം പ്രത്യേകിച്ച് ക്ലാഷ് റിലീഫൊന്നുമില്ല. ഇതൊക്കെ ഈ ചിത്രത്തിന് ഗുണമായി മാറും. ആട് 2-ന് ശേഷം വീണ്ടും ഒരു 100 കോടിയാണോ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് പിള്ളേർ വന്ന് ചിത്രം തൂക്കി. ഈ വെക്കേഷൻ കാലം പിള്ളേർ തൂക്കി. നവാഗത സംവിധായകനാണ്. എല്ലാം കൊണ്ടും മികച്ച രീതിയിലുള്ള പ്രതികരണം കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, വെക്കേഷൻ കാലത്ത് അടിച്ചു പൊളിക്കാനുള്ള ചിത്രം തന്നെയാണ് വാഴ 2. ഒരുപക്ഷെ വാഴയേക്കാൾ ആദ്യ വാഴ 1-നേക്കാൾ തന്നെ മികച്ച രീതിയിലുള്ള ഒരു ചിത്രം തന്നെയാണ് വാഴ 2 എന്നെനിക്ക് തോന്നുന്നു. അടിച്ചു പൊളിക്കട്ടെ. ചിത്രം കാണാത്തവർ തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.